ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും വളരെ മനോഹരമായിട്ട് നമ്മുടെ ലെവലുകളൊക്കെ അടിപൊളിയായിട്ട് എന്ത് ചെയ്തു, വർക്ക് ചെയ്തു അല്ലേ. നമ്മുടെ ലെവലുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 169 മെനിഞ്ഞാന്ന്, ഇന്നലെ 333, ഇന്ന് 406. ഈ ലെവലുകളെല്ലാം മനോഹരമായിട്ട് റെസ്പെക്ട് ചെയ്തു. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മറ്റൊന്നും വിചാരിക്കില്ല കേട്ടോ. നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി വളരെ വളരെ വിശദമായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വളരെ വളരെ കർക്കശമായിട്ട് ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറും, ഒരു പക്ഷെങ്കിൽ ഈ തിരിച്ച് കയറും, ഇല്ലെങ്കിൽ ഇതിന് മേലെ വരുന്ന പൊങ്കാല മേടിക്കാൻ ഞാൻ തയ്യാറാണെന്ന ഗ്രൂപ്പിൽ പരസ്യമായിട്ട് ഞാൻ എറണാകുളം നടന്ന ഗ്രൂപ്പിൽ പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു, ഞാനിത് പൊങ്കാല മേടിക്കാൻ തയ്യാറാണ്. എൻ്റെ കൺവിക്ഷൻ പ്രകാരം മാർക്കറ്റ് ഇവിടുന്ന് കയറും. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് 920 ആയിരിക്കും. ഈ 920 താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മേലോട്ട് ട്രേഡ് ഇല്ല എന്ന് ഞാനിങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. മറ്റുള്ളവർ അറിയുമല്ലോ നമ്മൾ ഈ പറയുന്ന കള്ളമാണ് തള്ളാണെന്ന് അറിയണ്ടേ. ട്രിവാൻഡ്രം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ, നമുക്ക് ഇവിടുന്ന് പൊസിഷണലായിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഏരിയയിൽ നമുക്കൊരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 920 ആയിരിക്കും. 20 താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ട്രേഡ് വിടും, ഇല്ലെങ്കിൽ നമുക്ക് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാം. നമുക്ക് നല്ലൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ വളരെ അസന്നിഗ്ധമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം മാർക്കറ്റ് അവിടുന്ന് ഇപ്പം നമ്മൾ ക്ലാസ് നടത്തിയെന്നാൽ ഞായറാഴ്ച അല്ലേ, ഞായർ കഴിഞ്ഞിട്ട് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, 4 ദിവസം കൊണ്ട് ഏകദേശം 500 പോയിന്റ് അല്ലേ, 25 താഴെ പോയിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഏകദേശം 500 പോയിന്റിനടുത്ത് 4 ദിവസം കൊണ്ട് മാർക്കറ്റ് ട്രാവൽ ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ എല്ലാവരും പറയും ഓക്കെ മാർക്കറ്റിന് ശേഷം ആർക്കുവാണെങ്കിലും എന്ത് വേണമെങ്കിൽ പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളിത് മാർക്കറ്റിന് ശേഷമല്ല, മാർക്കറ്റിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പൊസിഷണലായിട്ട് നമുക്ക് ട്രേഡ് നോക്കാം എന്നൊക്കെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, എത്ര പേര് അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അതായത് ഞാൻ ഇത് ക്ലാസ്സിനെ പ്രൊമോട്ട് ചെയ്യാനോ മറ്റൊന്നുമല്ല കേട്ടോ. ജസ്റ്റ് ഞാനിവിടെ പറഞ്ഞ കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇന്ന് രാവിലെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തു ഇല്ലേ, ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് നേരെ താഴെ പോയിരുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് ഏരിയയിലോട്ട് വരാം. 29-ാം തീയതി അല്ലേ, 29-ാം തീയതി മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് പോരും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, 333 സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ട്രേഡ് ഉള്ളൂ അല്ലേ. അപ്സൈഡ് ട്രേഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 333 സസ്റ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ഇല്ല, മാർക്കറ്റ് താഴോട്ട് തന്നെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിടയിൽ കിടന്ന് കുറച്ച് നേരം ആടി കളിച്ചപ്പോഴും ഞാൻ വോയിസ് നോട്ട് ഇട്ടു. എന്താ വോയിസ് നോട്ട് ഇട്ടത്, എരിപിരി കൊണ്ടിട്ട് യാതൊരു കാര്യവുമില്ല, നമുക്ക് ട്രേഡ് ഉള്ളത് എവിടെയാണ്, 25 169 വന്നെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ട്രേഡ് എടുത്തവർക്ക്, ഈ ഏരിയയിൽ ട്രേഡ് എടുത്തവർക്ക് അവരുടെ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും അടിച്ചില്ല ഇല്ലേ. ഇവിടെ ആദ്യമേ തന്നെ ട്രേഡ് എടുത്തവർക്കോ എവിടെയെങ്കിലും ഈ ഏരിയയിൽ കാരണം ഇത് ഓരോന്നും റിജക്ഷൻ ക്യാൻഡിൽ ഓരോ പ്രാവശ്യവും മാർക്കറ്റ് ഇടുന്നതിന് ശേഷം റിവേഴ്സ് ചെയ്യുവാണ് അല്ലേ. ഇങ്ങനെ നല്ല റിജക്ഷൻ ക്യാൻഡിലൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ട്രേഡ് എടുത്തവർക്ക് ന്യായമായി ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ന്യായമായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം അല്ലേ, ഇറങ്ങാമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടുന്ന് ഏകദേശം മാർക്കറ്റ് 100 പോയിന്റോളം 169 നിന്ന് 300 പോയിന്റ് ഇവിടെ ഇത് പറയുമ്പോൾ 290 പോയിന്റ് അടുത്ത്. അപ്പോൾ 169 ഏകദേശം 150 പോയിന്റോളം മാർക്കറ്റ് ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ന്യായത്തിൽ കൂടുതലുള്ള പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം പിന്നെ പൊസിഷണലായിട്ട് ആരെങ്കിലും ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും അപ്സൈഡ് റാലി നമുക്ക് കിട്ടി. നമ്മുടെ 333 സസ്റ്റെയിൻ ചെയ്തു, ഒന്ന് റീടെസ്റ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത വീണ്ടും മോൾ കയറിപ്പോയി 406 ടെസ്റ്റ് ചെയ്തു, അവിടെയും വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറി കൺസോൾട്ടേഷനോടുകൂടി മാർക്കറ്റ് അവിടെ അവസാനിച്ചു ഇല്ലേ. അപ്പോൾ ഇന്ന് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയത് ആരാണ്, അതാണ് ചോദ്യം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC ബാങ്കോ ഇതിനകത്തിൽ ICICI ബാങ്ക് മാത്രമാണ്. റിലയൻസ് നെഗറ്റീവ് ആയിരുന്നു. നോക്കിക്കേ, റിലയൻസ് നെഗറ്റീവ് ആയിരുന്നു, HDFC ബാങ്ക് ഫ്ലാറ്റ് ആയിരുന്നു. ICICI ബാങ്ക് മാത്രം, പിന്നെ ആക്സിസ് ബാങ്ക്, ഇവർ രണ്ടുപേരുമാണ് എന്ത് ചെയ്തത്, ഇവിടെ പെർഫോം ചെയ്തത്. അത് മാത്രമല്ല ഇവിടെ നമ്മൾ കാണാത്ത ഒരാളിനെ നിഫ്റ്റി 50 പോകുകയാണെന്ന് നമുക്ക് കാണാൻ പറ്റും, L&T ഉണ്ടോ. ഇന്ന് ഏകദേശം 3.5% L&T 138 പോയിൻ്റാണ് റാലി ചെയ്ത്, നല്ല ഉഗ്രൻ സൂപ്പർ ഡ്യൂപ്പർ റിസൾട്ടായിരുന്നു, അതുകൊണ്ടാണ് അത് റാലി ചെയ്തത്. അപ്പം ഈ L&Tയും ആക്സിസ് ബാങ്കും ICICI ബാങ്കും കൂടെ ചേർന്നിട്ടാണ് ബാങ്ക് നിഫ്റ്റിയെ ഇന്ന് നിഫ്റ്റിയിൽ L&T ഉണ്ട്,
ആക്സിസ് ബാങ്കും ICICI ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. അപ്പം അവർ രണ്ടുപേരും ഒന്നിച്ച് മേലോട്ട് പുഷ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആരായിരുന്നു? ഈ പറയുന്ന ഈ 3 സ്റ്റോക്കുകളായിരുന്നു. അപ്പോൾ തന്നെ ഹെവി വെയിറ്റേജ് ആയിട്ടുള്ള HDFC ബാങ്കും റിലയൻസ് എന്ത് ചെയ്തിട്ടില്ല, അനങ്ങിയിട്ടില്ല. അത് മാത്രമല്ല ഇൻഫോസിസും TCSും എന്താണ്, നെഗറ്റീവ് സോണിലായിരുന്നു അല്ലേ. -7 പോയിന്റ് ഇൻഫിയും TCS 55 പോയിന്റും IT സെക്ടറിൽ നിന്ന് നെഗറ്റീവായിരുന്നു. അപ്പോൾ അത് മാർക്കറ്റിനെ താഴോട്ട് വലിച്ചെങ്കിലും ഈ നിഫ്റ്റി എന്ത് ചെയ്തു, ഇന്ന് മുകളിലോട്ട് പോയി. പക്ഷേ ഈ നിഫ്റ്റിയുടെ യാത്ര നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത യാത്രയാണിത്. ഓക്കെ, ഞങ്ങളുടെയൊക്കെ നാടൻ ഭാഷ പറഞ്ഞ ഏണേ കോണ ചങ്കര ചാര എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ ആടിയും തൂങ്ങി രാവിലെ പഴങ്കഞ്ഞി കുടിച്ച കണക്ക് ആണ് നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഒരു അപ്സൈഡ് മൊമെൻറ്റം, ഒരു മൊമെൻറ്റം മാർക്കറ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിന് ഒരു സ്ട്രെങ്ത് ഇല്ല മുകളിലോട്ട് പോകാൻ. ഏത് നിമിഷവും ഞാനിപ്പോൾ ഒടിഞ്ഞു വീഴുക എന്ന് പറഞ്ഞ രീതിയിലാണ് ആടി തൂങ്ങി പോകുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, ഒരു കൺഫർമേഷൻ മാർക്കറ്റ് ഒക്കെ ഇതിനായിട്ട് അങ്ങ് പോകും നമുക്കൊരു ഒരു പോയിന്റിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. കുറച്ചങ്ങോട്ട് വീഴും, പിന്നെ ഒരു വീഴ്ച വീഴും, പിന്നെയും കയറും, പിന്നെയും വീഴും, പിന്നെയും കയറും, പിന്നെയും വീഴും. ഈ രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പം ഏതെങ്കിലും കാരണവശാൽ പെട്ടെന്ന് ഒരു നെഗറ്റീവിസം മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ ഫോൾ. ഇതുപോലെ തന്നെ നല്ല ഫോൾ എന്ത് ചെയ്യും, മാർക്കറ്റിലൂടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നാളെ നമുക്ക് നിർണായകമെന്ന് പറയുന്നത് 25,500 മനസ്സിലായോ? 25,500 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ. നാളെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. മറ്റന്നാൾ 1-ാം തീയതി ബജറ്റാണ്. നാളെ ഫൈനൽ ഡേ ആണ്. നാളെ മാർക്കറ്റിൽ വേണമെങ്കിൽ ഷോർട്ട് കവറിങ്ങോ ലോങ് അൺവൈൻഡിങ്ങോ ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. 500 മുകളിൽ 25,500 മുകളിൽ നാളെ നമുക്ക് ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം. ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫർദർ റാലി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ 1-ാം തീയതി ബജറ്റാണ്. ബജറ്റിലെ കാര്യങ്ങളായിരിക്കും മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം നാളത്തെ ദിവസം 25,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്തില്ല, മാർക്കറ്റ് തിരിച്ചിറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് 333 ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 333 ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നാളെ നമുക്ക് നിർണായകമായിട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 333 മനസ്സിലായി. ഈ 333 ഒരു തലവരയായിട്ട് വേണം നമുക്ക് കണക്കാക്കുക. കാരണം 333 മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്. മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ ഉള്ള തലവിധി അല്ലെ തലവര ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റാണ് 333. വേറെ കൂടുതലൊന്നും അവിടെ പറയാനില്ല. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുള്ളത്, RBI കേന്ദ്ര സർക്കാരിന് ഒരു എറൗണ്ട് 3 ലക്ഷം കോടി രൂപ ഡിവിഡൻഡ് കൊടുക്കാൻ പോകുന്നു എന്നിങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഇതിലായിട്ടും വെളി വന്നിട്ടില്ല. 3 ലക്ഷം കോടി രൂപ, കഴിഞ്ഞ പ്രാവശ്യം കണ്ട് 2 ലക്ഷം കോടിക്ക് അടുത്ത് കണ്ടാണ് ഡിവിഡൻഡ് കൊടുത്തത്. ഈ പ്രാവശ്യം 3 ലക്ഷം കോടി രൂപയാണ് ഡിവിഡൻഡ് കൊടുക്കാൻ പോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു. അറിയത്തില്ല, അതൊരു പോസിറ്റീവ് ന്യൂസാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ബജറ്റിനകത്തിലെ പല കാര്യങ്ങളും മാർക്കറ്റ് ഉറ്റുനോക്കിയിരിക്കുകയാണ്. ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് LTCG, STCG, പിന്നെ STT ഇവ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം റൂമറുകൾ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂമറുകൾ സത്യമാണ് കള്ളമാണെന്നൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ പറ്റും. എന്തായാലും 1-ാം തീയതി വരെ കാത്തിരിക്കാം. വേവോളം കാത്തു, ഇനി 6 ഓളം കൂടെ കാത്തിരിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാം. അപ്പം വേറെ കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിലോട്ട് നമുക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു 1 വേ റാലിയായിരുന്നു അല്ലേ. ഒരു 1 വേ അതാ ഒരു ചാനലിനകത്തിൽ ഒരു ട്രെൻഡ് ലൈനകത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങി തട്ടി നടന്ന് കയറുമായിരുന്നു അല്ലേ. അപ്പോൾ ഇത് നമ്മളെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത് നാളെ ബാങ്ക് നിഫ്റ്റിക്ക് എന്ത് സംഭവിക്കും അതും നമ്മുടെ കറക്റ്റ് 59,980 വന്ന് തട്ടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയാം. ഇത് മേലോട്ട് പോവുകയാണെങ്കിൽ 60,000, താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 59,621. ഇത് മാത്രമേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ. മിഡ് ക്യാപ്പിൻ്റെ കാര്യത്തിൽ രാവിലെ കുറച്ച് ശോകം കാണിച്ചെങ്കിൽ പിന്നെ അത് വീണ പോലെ തന്നെ മിഡ് ക്യാപ്പ് എന്ത് ചെയ്തു, തിരിച്ച് മുകളിലോട്ട് കയറി വന്ന് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്നാണ് എന്ത് ചെയ്തത്, മിഡ് ക്യാപ്പ് തിരിച്ച് കയറിയത്. അപ്പം നമുക്ക് 13,500 കടക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 13,501 പറഞ്ഞൊരു ലൈൻ ഇവിടെ കിടപ്പുണ്ട്. ഇത് കടന്നെങ്കിൽ മാത്രമേ നമുക്ക് മിഡ് ക്യാപ്പിനകത്തിൽ ഒരു ഫർദർ അപ്സൈഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാത്തിരിക്കുക എന്താണ് സംഭവിക്കാൻ പോകുന്നത്. വേറെ കൂടുതലൊന്നും പറയാനില്ല. നാളെ വീക്കെൻഡാണ്. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് വഴിയേ കാണാം. അപ്പോൾ നാളെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.